മാനസമേ ചാരുക ദിനവും ഈ ദിവ്യ സ്നേഹിതനിൽ ധ്യാനം ചെയ്യുക തന്നിരു സ്നേഹമധുരിമ സന്തതവും എന്തു ഖേദം വരിയിലും പതരാ യേശുവിൽ നിന്നാശ്രയം കരുതി അന്ത്യത്തോളം പൊരുതുക കുരിശിൻ ഉത്തമനാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 22-ാം സങ്കീർത്തനം 22-ാം വാക്യം. ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. വിടുതലിനു വേണ്ടിയുള്ള തൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടതിനാൽ തൻ്റെ രക്ഷയിൽ സന്തോഷിക്കുന്ന സഹോദര യുദ്ധത്തോടുകൂടെ ദേവാലയത്തിൽ ചെന്ന് സ്തോത്ര സങ്കീർത്തനം പാടുന്ന ഒരു ആരാധകൻ്റെ ചിത്രമാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സങ്കീർത്തനക്കാരന് ഇപ്പോൾ എല്ലാം വ്യത്യസ്തമായിരിക്കുന്നു. ദൈവത്താൽ കൈവിടപ്പെട്ടു എന്ന് തോന്നിയിടത്ത് ഇപ്പോൾ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് സങ്കീർത്തനക്കാരൻ എത്തുന്നു. നേരത്തെ നാശത്തിനായി കാത്തിരുന്ന ശത്രുക്കളാണ് ചുറ്റും നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ദൈവത്തെ പുകഴ്ത്തുന്ന സഹോദരങ്ങളാണ് ചുറ്റുമുള്ളത്. മരണാസന്നനായ മർത്യൻ്റെ വിലാപങ്ങൾക്ക് പകരം ഇപ്പോൾ സഹോദരങ്ങൾക്ക് ശുഭ ആശംസകൾ അറിയിക്കുന്ന ശുഭചിന്തകനെയാണ് ചുറ്റുപാടുമുള്ളവരുടെ മുൻപിൽ ദൈവിക വിടുതലിൻ്റെ സാക്ഷ്യത്തിനായി മാറിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരം അംഗീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആവശ്യപ്പെടുത്തുവാനായി സങ്കീർത്തനക്കാരൻ മാറുന്നു. പ്രിയ സ്നേഹിതരെ, കഷ്ടങ്ങളും പ്രയാസങ്ങളും മാറും. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവിൻ്റെ ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ആ പ്രതീക്ഷയോടെ പ്രതിസന്ധികളെ ഈ നാളുകളിൽ നമുക്ക് അഭിമുഖീകരിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധികളിൽ ധൈര്യത്തോടെ നിലനിൽക്കുവാനുള്ള കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.